ഇന്നത്തെ ചിന്തയ്ക്കായി തിരുസഭ നമുക്ക് നൽകിയിരിക്കുന്ന തിരുവചന ഭാഗം വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 6-ാം അധ്യായം 6 മുതൽ 11 വരെയുള്ള വാക്യങ്ങളാണ്. വിശുദ്ധ മർക്കോസ് സുവിശേഷകനും ലൂക്കാ സുവിശേഷകനും ഈശോയുടെ പ്രവൃത്തികളെ ചോദ്യം ചെയ്യുന്ന, മനോഭാവങ്ങളെ എതിർക്കുന്ന, ജീവിതശൈലിയെ തള്ളിപ്പറയുന്ന മതനേതാക്കളായ നിയമജ്ഞരും ഫരീസയരും ഈശോയും തമ്മിലുള്ള തർക്കങ്ങൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇതിലൊരു തർക്കമാണ് ഇന്ന് ഇവിടെ വിശുദ്ധ ലൂക്കാ സുവിശേഷകൻ വിവരിക്കുന്നത്. വീണ്ടും ഒരു സാബത്തിൽ ഈശോ സിനഗോഗിലെത്തുന്നു. ഈശോയെ എങ്ങനെ കൊടുക്കാമെന്ന് ആലോചിച്ച് നിൽക്കുന്ന മതനേതാക്കളും അവരുടെ കൂട്ടത്തിൽ വലതുകൈ ശോഷിച്ച ഒരു വ്യക്തിയും അവിടെ ഉണ്ടായിരുന്നു. സാബത്തിൽ വൈദ്യൻ ശുശ്രൂഷിക്കുന്നത് തൻ്റെ ശുശ്രൂഷ അടിയന്തരമായി കിട്ടിയില്ലെങ്കിൽ ജീവഹാനി സംഭവിക്കാവുന്ന രോഗികൾക്ക് മാത്രമാണ്. അതാണ് യഹൂദന്റെ സാബത്ത് നിയമം. ആ നിയമം തെറ്റിച്ചാൽ ഈശോയെ കൊടുക്കാമെന്ന മനോവിചാരത്താൽ അവിടെ ഉണ്ടായിരുന്നവരുടെ ഹൃദയവിചാരങ്ങൾ അറിഞ്ഞിരുന്ന ഈശോ കൈശോഷിച്ച ആ മനുഷ്യനെ അവരുടെ നടുവിലേക്ക് വിളിച്ചു വരുത്തി. അതിനുശേഷം ഈശോ അവരോട് ചോദിച്ചു, സാബത്തിൽ നന്മ ചെയ്യുന്നതോ തിന്മ ചെയ്യുന്നതോ, ജീവൻ രക്ഷിക്കുന്നതോ നശിപ്പിക്കുന്നതോ ഏതാണ് അനുവദനീയം? ആരും ഒന്നും വേണ്ടിയില്ല. ഈശോ ആ മനുഷ്യനോട് പറഞ്ഞു, കൈനീട്ടുക. അവൻ കൈനീട്ടി, അത് സൗഖ്യപ്പെട്ടു. അപ്പോൾ തന്നെ മതനേതാക്കൾ രോഷാകുലരായി. അവർ ഉടനെ തന്നെ യേശുവിനെതിരെ അവിടെ ഒരു കമ്മിറ്റി കൂടി. യേശുവിന് വേണമെങ്കിൽ ആ പ്രവൃത്തി അടുത്ത ദിവസത്തേക്ക് മാറ്റാമായിരുന്നു, സംഘർഷങ്ങൾ ഒഴിവാക്കാമായിരുന്നു. പക്ഷേ യേശു സാബത്തിൽ സിനഗോഗിൽ വെച്ച് തന്നെ അത് ചെയ്തു. ചില രോഗസൗഖ്യങ്ങൾ, ചില വിടുതലുകൾ, ചില ഇടപെടലുകൾ നടക്കേണ്ട ഒരു സമയം ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതിന് ഒരു പ്രത്യേക സ്ഥലം ദൈവം കരുതും. അതുപോലെ തന്നെ ഒരു വ്യക്തിയെയും ദൈവം തിരഞ്ഞെടുത്തിരിക്കും. കഴിഞ്ഞ ദിവസം തിരുവചനത്തിൽ നമ്മൾ കണ്ടു, ബധിരനും ഊമയുമായ വ്യക്തിയെ ഈശോ ജനത്തിൻ്റെ ഇടയിൽ നിന്ന് മാറ്റി നിർത്തി. ദൈവം ആ മനുഷ്യൻ്റെ ലൊക്കേഷൻ ഒന്ന് മാറ്റി. അവന് സൗഖ്യം നൽകാൻ സ്വന്തം പുത്രനെ തന്നെ അയച്ചു കൊടുത്തു. അവിടെ ദൈവം അവനെ തൊട്ട് സുഖപ്പെടുത്തി. അതുകൊണ്ടാണ് മതനേതാക്കളെ പ്രകോപിപ്പിച്ചെങ്കിലും ആ ദൈവിക പ്രവൃത്തി അവിടെ വെളിപ്പെട്ടത്. ഈശോയ്ക്ക് താൻ ദൈവമായിരിക്കെ മനുഷ്യരൂപം നൽകി അയക്കപ്പെട്ടത് എന്തിനാണ് എന്ന പൂർണ്ണ ബോധ്യം ഉണ്ടായിരുന്നു. ഈശോയിൽ സ്നേഹമുള്ളവരെ, നമ്മെ ഈ ലോകത്തിലേക്ക്, പ്രത്യേകിച്ച് ഒരു ക്രിസ്ത്യാനിയായി അയച്ചതിന് നമ്മുടെ സ്വർഗത്തിലെ അപ്പന് വലിയൊരു പദ്ധതിയുണ്ട്, ഒരു സ്വപ്നമുണ്ട്. ഈശോ സ്വന്തം നാട്ടിലും സ്വന്തം സിനഗോഗിലും സ്വജനങ്ങളുടെ ഇടയിലും സത്യത്തിനു വേണ്ടിയും ദൈവം തന്നെയായവൻ പിതാവായ ദൈവത്തിൻ്റെ ഇഷ്ടങ്ങൾ നിവർത്തിക്കാൻ നിലകൊണ്ടതിൻ്റെയും നിസ്സഹായരോടും വിജാതീയരുമായ മനുഷ്യരോടും കരുണ കാട്ടിയതിൻ്റെയും പേരിൽ ഒറ്റപ്പെടുകയും പരിഹസിക്കപ്പെടുകയും അവസാനം കഠിന പീഡകൾക്ക് വരെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യും. ഇന്ന് ഞാനും നിങ്ങളുമൊക്കെ കുടുംബത്തിലും സമൂഹത്തിലും ഇടവകളിലും പ്രവൃത്തി മേഖലകളിലും സത്യം വിളിച്ചു പറയുമ്പോൾ, എഴുതപ്പെട്ട വചനത്തിനു വേണ്ടി നിലകൊള്ളുമ്പോൾ
ഒറ്റപ്പെട്ടേക്കാം, അവമാനിക്കപ്പെട്ടേക്കാം, ജീവിതം തന്നെ നഷ്ടപ്പെട്ടേക്കാം. ഈശോ ഇന്നത്തെ വചനത്തിലൂടെ നമ്മോട് പറഞ്ഞു തരുന്നത്, ഇടവേ, ഞാൻ ഇതിലൂടെയൊക്കെ കടന്നുപോയവനാണ്. നിനക്ക് താങ്ങാൻ പറ്റാത്ത ഒരു വേദനയും ഞാൻ തരില്ല. പ്രിയ സഹോദരങ്ങളെ, എനിക്കും നിങ്ങൾക്കും വേണ്ടി ദൈവം ഒരു ലൊക്കേഷൻ, ഒരു ദൈവിക തൊടൽ, ഒരു ദൈവിക പ്രവൃത്തി നമ്മിൽ വെളിപ്പെടാൻ തക്ക സമയത്ത് ഒരു വ്യക്തിയെയോ വ്യക്തികളെയോ നൽകും. അത് തീർച്ച. അതാണ് ഇന്നത്തെ തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഇങ്ങനെ പറയാറുണ്ട്, നിങ്ങൾ സത്യം പറഞ്ഞതുകൊണ്ട് ചിലരൊക്കെ നിങ്ങളെ കുറ്റപ്പെടുത്തിയേക്കാം. പക്ഷേ നിങ്ങൾ സത്യം പറയാത്തതുകൊണ്ട് ചില ആൾക്കാർ ഒറ്റപ്പെട്ടു പോയേക്കാം, ചിതറിക്കപ്പെട്ടേക്കാം, ചതിക്കപ്പെട്ടേക്കാം, മുറിവേൽപ്പിക്കപ്പെട്ടെന്ന് വരെ വരാം. അതിനെക്കുറിച്ച് നിങ്ങൾ സങ്കടപ്പെടണം. സ്നേഹമാകുന്ന ദൈവത്തിൻ്റെ സത്യത്തിനു വേണ്ടി നമുക്ക് നിലകൊള്ളാം. ഈശോ നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ എൻ സ്നേഹമാ, നീ എൻ ജീവനാ, നീ എൻ സ്വന്തമാണെന്നേശുവേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. നീ തന്ന രക്തവും നീ തന്ന മാംസവും നീ തന്ന പ്രാണനും ശ്രേഷ്ഠമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ.